കാസർഗോഡ് കാഞ്ഞങ്ങാട് വാതക ചോർച്ച. പടന്നക്കാട് മറിഞ്ഞ ടാങ്കറിൽ നിന്നാണ് പാചകവാതകം ചോരുന്നത്. മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടെയാണ് ചോർച്ചയുണ്ടായത്. പ്രദേശത്ത് അതീവ സുരക്ഷയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരുൺ പാഴയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് അരുൺ, ഇന്നലെ തന്നെ ഇവിടെ വലിയ സുരക്ഷാ അവധി പ്രഖ്യാപിക്കുക, കടകൾ അടയ്ക്കുക, ജനങ്ങളോട് വളരെ കരുതലോടെ ഇരിക്കുക തുടങ്ങിയ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. ഇത് ആ സമയത്ത് വാതക ചോർച്ച പക്ഷേ ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഇത് ലീക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അത് മുഴുവൻ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് രാവിലെ 9 മണി മുതലാണ് ഈ വാതക ചോർച്ച ഉണ്ടായത്. ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷം മറ്റൊരു ടാങ്കറിലേക്ക്, മംഗലാപുരത്ത് നിന്ന് മറ്റൊരു ടാങ്കറിലേക്ക് പാചകവാതകം മാറ്റുമെന്നായിരുന്നു ഇന്നലെ ജില്ലാ ഭരണകൂടവും പോലീസും ഉൾപ്പെടെ അറിയിച്ചിരുന്നത്. അതിന് പിന്നാലെ 9 മണിയോടുകൂടി ഇതിന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ആ ഘട്ടത്തിലാണ് വാൾവിൽ ചോർച്ച കണ്ടെത്തിയത്. ചോർച്ച ഇതുവരെയും അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ചെയ്യുന്നത് ഈ ഫയർഫോഴ്സ് വാഹനം അവിടേക്ക് എത്തി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രഷർ കുറയ്ക്കാനുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് ഇപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഞാൻ അലാമിപ്പള്ളി പരിസരത്താണ്. ഇവിടെ പോലീസ് വാഹനങ്ങളൊക്കെ തന്നെ വഴിതിരിച്ചു വിടുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങൾ കടത്തി വിടുന്നില്ല. ഒരു 4 കിലോമീറ്ററോളം ഇവിടുന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് 4-5 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു പാചകവാതക ടാങ്കർ മറിഞ്ഞത്. അത് ഇന്നലെ ഉച്ചയ്ക്ക് 12:45 കൂടിയാണ് ഈ അപകടമുണ്ടായത്. ആ ഘട്ടത്തിലൊന്നും തന്നെ വാതക ചോർച്ച ഉണ്ടായില്ല. ഇന്ന് 9 മണിയോടുകൂടി വാതക ചോർച്ച ആരംഭിച്ചു. ഇപ്പോൾ NDRFിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും സംഘങ്ങൾ അവിടെയുണ്ട്. അവർ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. മംഗലാപുരത്ത് നിന്ന് വിദഗ്ധരെത്തണം. അവരിപ്പോൾ തലപ്പാടി പിന്നിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ സ്ഥലത്തേക്ക്, അതായത് ഈ കാഞ്ഞങ്ങാട് സൗത്ത് എന്ന് പറയുന്ന ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് 1.5 മണിക്കൂറോളം സമയം ഇനിയും ആവശ്യമാണ്. അവരെത്തിയതിന് ശേഷം മാത്രമായിരിക്കും, ആ വാൾവ് അടച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ 18 ടൺ വലിപ്പമുള്ള ആ ടാങ്കറിൽ നിന്ന് മറ്റൊരു ടാങ്കറിലേക്ക് ഈ പാചകവാതകം മാറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. ഒപ്പം മൊബൈൽ ഫോൺ ബന്ധങ്ങളും വിച്ഛേദിച്ചിട്ടുണ്ട്. മറ്റ് ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റോ പുകവലിക്കാനോ ഒന്നും പാടില്ല എന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ കർശനമായ നിർദ്ദേശമുണ്ട്. കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങോത്ത് വരെയുള്ള 18, 19, 26 വാർഡുകൾ ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനോ വീഡിയോ ചിത്രീകരണത്തിനോ അനുമതിയില്ല. പൊതുജനങ്ങൾക്ക് ആ പ്രദേശത്തേക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നല്ല ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടവും പോലീസും. ആളുകളെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടോ? വീട് ആ പരിസരത്തെ വീടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ അതിനോട് ചേർന്ന് വീടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലുള്ളവരെയൊക്കെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് ഉറപ്പായി മാറ്റി കാണുമല്ലോ നേരത്തെ തന്നെ, അല്ലേ? വിജയകുമാർ, അത് രാവിലെ 9 മണിക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധ്യമല്ല. അതായത് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, 9 മണിക്ക് ശേഷം ഈ വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ലെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. രാവിലെ 9 മണിക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ വീടുകളിൽ നിന്നൊക്കെ, അതായത് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഇനി മംഗലാപുരത്ത് നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തിയ വാതക ചോർച്ച അടച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റൊരു ടാങ്കറിലേക്ക് പാചകവാതകം മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് തന്നെ ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. വിജയകുമാർ.